ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മത്തി മുളകിട്ടത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും. അതിനകത്തിലൊക്കെ ഒന്ന് ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഇതേ രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയാണ് വേണ്ടത്. ചെറിയ ഉള്ളി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇഞ്ചി ഞാൻ ഇതേപോലെ ഒന്ന് ഇടിക്കുന്ന കല്ലിലൊന്ന് ഇട്ട് ഇടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ട് ചതച്ചെടുക്കരുത്. അപ്പോൾ ആ ഒരു കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ചതച്ചത് ഞാൻ ആ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അടിപൊളി രുചിയുള്ള ഒരു മുളകിട്ട മീൻകറി നമുക്ക് തയ്യാറാക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പം തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ, ഞാൻ പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടത്. നിങ്ങൾക്ക് ചതച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയല്ല, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ആ ഒരു മസാലയെല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം. ആ ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം ഒന്ന് നല്ല രീതിയിൽ യോജിക്കണം. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആ കറിക്കുണ്ടാകുള്ളൂ. അപ്പം ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ലെന്ന്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കില്ല. ഇത് ഒന്ന് ചൂടായി കിട്ടണം. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഒട്ടും തന്നെ കരിഞ്ഞു പോകുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പം തന്നെ ഉണ്ടോ, നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഒട്ടും തന്നെ അത് കരിഞ്ഞു പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ഒരു ടൈമിൽ നല്ലൊരു മണമാണ് കേട്ടോ, അടിപൊളി മണമാണ്. ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് തിന്നാൻ തോന്നും. ഇനി ഇതിലേക്ക് ഒരു 2-3 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും കൂടെ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, എന്നാലും നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ കറിക്കൊരു രുചി ഉണ്ടാവില്ല. ഞാൻ ഇത്ര മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. കറിയെല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കുക. മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയൊന്ന് സിമ്മിലിട്ട് കൊടുക്കുക. സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ കിടന്നത് അങ്ങനെ വേകുമ്പോഴാണ് ആ ഒരു കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മീനിട്ട് കഴിഞ്ഞൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കാനോ ഒന്നും തന്നെ പാടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമുക്ക് ഇത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കാനാണ് ഈ ഒരു കറിക്ക് നല്ല രുചിയാണ് കേട്ടോ.
നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. സ്പൂണിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മീൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രമാത്രം കുറുകിയാൽ മതിയാകും. ഇനി ഈ ഒരു ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഞാനിതാ ഇനിയൊന്ന് താത്ത് വെച്ച് കൊടുക്കുകയാണ്. എപ്പോഴും നല്ല രീതിയിൽ തിളയ്ക്കുന്നതുണ്ടോ. നമ്മൾ ഈ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഗുണവും അതാണ്. കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഭംഗിക്കായിട്ട് ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കാലിയാകുന്നത് അറിയേയില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. നമ്മൾ തലേദിവസം വെച്ചിട്ട് കറി പിറ്റേന്നെടുത്ത് കൂട്ടാനാണ് കുറച്ചുകൂടെ നല്ല രുചിയാണ്. എല്ലാ മുളകും എല്ലാം അതിൽ പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.